ഹലോ ഗായ്സ്, ഇന്ന് മൺഡേ ആണ്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. ഈ നടന്നു പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ്. ഇന്ന് ബസ്സിന് വേണം എനിക്ക് പോകാൻ. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്ന് ബസ് കിട്ടി. ഭയങ്കര മടിയായിരുന്നു എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. തിങ്കളാഴ്ച ദിവസം ഒന്ന് തുടങ്ങി കിട്ടണം ഭയങ്കര പാടാണ്. ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അങ്ങ് സ്മൂത്താക്കി ബാക്കി ദിവസങ്ങളൊക്കെ അങ്ങ് പൊക്കോളും. ആ ദൂരെ കാണുന്നതാണ് ഹോസ്പിറ്റൽ കോമ്പൗണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഡ്യൂട്ടി കഴിയുന്ന സമയമാണ് കണ്ടത്. 5 മണി ആയതേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര നേരത്തെ ഇവിടെ ഇരുട്ടാവും. ഈ കാണുന്നത് നമുക്ക് പോകാവുന്ന ബസ്സല്ല. ഇതിൽ അവിടെ സ്റ്റോപ്പില്ല. കുറച്ച് നേരം ഈ തണുപ്പത്ത് വന്ന് ബസ്സൊന്നും കാണുന്നില്ല. ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് നോക്കി. അപ്പോൾ അതാണ്ട് നമ്പർ 28 ബസ് വരുന്നുണ്ട്. അങ്ങനെ ഫോൺ നോക്കി നിന്നതും ബസ് പെട്ടെന്ന് തന്നെ മുന്നിലെത്തി. അങ്ങനെ ഓടിച്ചാടി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. സ്ഥലം എത്തിയപ്പം ബസ് ഇറങ്ങി. ഭയങ്കര ഇരുട്ടാണല്ലേ, നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അങ്ങനെ വരച്ച് വീട് വരെ എങ്ങനെയോ എത്തി. ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട്. അങ്ങനെ വാതിലൊക്കെ തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് അകത്ത് കയറിയപ്പം ഡോറിൻ്റെ ബാക്കിൽ ഞാനൊരു ലെറ്റർ കണ്ടു. അപ്പോൾ പിന്നെ അതെന്താണെന്ന് നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് വിചാരിച്ചു തുറന്നു നോക്കി. ആർക്കുള്ളതാണെന്ന് അറിയില്ല, എനിക്കാണോ ഇനി അവനാണോ എന്ന് അറിയില്ലായിരുന്നു. എനിക്ക് തന്നെയുള്ള ലെറ്ററായിരുന്നു. പിന്നെയുള്ള എൻ്റെ ആദ്യത്തെ പണി, ഡ്രസ്സ് മാറു പോലും ഇല്ല, അതിന് മുന്നേ ഉള്ള എൻ്റെ ആദ്യത്തെ പണിയാണ് മീൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. എൻ്റെ കയ്യിലുള്ളത് അവരുടെ ഫുഡാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവർ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കും. എല്ലാവരും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണി നോക്കും. കാരണം ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൽ ഒരുത്തനെ കാണാനില്ല. പുറത്തെന്താണെന്നറിയാൻ വേണ്ടി ചാടി നോക്കിയതാവാം. ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കൂട്ടത്തിലെല്ലാവരും. പക്ഷെ അത് രക്ഷപ്പെട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. ഞാൻ ചെറുതായിട്ടൊരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. നാളെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ചാണ് ഞാൻ നൂഡിൽസ് കഴിക്കുന്നത് തന്നെ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡൂക്കമ്മൻ എത്തി. പിന്നെ ഞാൻ വാതിലൊക്കെ തുറന്ന് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ബാക്കി ഫുഡ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ പോലെ രണ്ടാളും കൂടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഡിന്നർ സെറ്റാക്കി. എന്നും ഉണ്ടാവും ഡൂക്കമാൻ്റെ വക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യലായിരുന്നു കൊത്തു പൊറോട്ട. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വയറൊക്കെ ഫുള്ളായി. ഇനി നല്ലൊരു ഉറക്കം. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.